ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടനും ഹാസ്യതാരവുമായ ടിനി ടോമിനെതിരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ എറണാകുളം ജില്ലാ സെഷൻ കോടതി പോലീസിന് ഉത്തരവ് നൽകി. ചലച്ചിത്ര നടിയും ബിഗ് ബോസ് മലയാളം സീസൺ 7 താരവുമായ അൻസിബ ഹസൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ. ടിനി ടോം തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നും കാണിച്ച് അൻസിബ നൽകിയ പരാതിയിന്മേൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. നേരത്തെ ഇതേ പരാതിയുമായി നടി അൻസിബ ഹസൻ കൊച്ചിയിലെ കടവന്ത്ര പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ നടനെതിരെ കേസെടുക്കാൻ തക്കവണ്ണമുള്ള മിതമായ തെളിവുകളോ നിയമപരമായ അടിത്തറയോ ഇല്ലെന്ന നിലപാടാണ് കടവന്ത്ര പോലീസ് സ്വീകരിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് അൻസിബ നിയമ പോരാട്ടവുമായി നേരിട്ട് എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഹർജി വിശദമായി പരിശോധിച്ച കോടതി പോലീസിന്റെ മുൻ നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. പരാതിക്കാരി ഉന്നയിച്ച വർഗീയ പരാമർശം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ച് എത്രയും വേഗം FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി കടവന്ത്ര പോലീസിന് കർശന നിർദ്ദേശം നൽകി. മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഈ നിയമ പോരാട്ടം ചലച്ചിത്ര മേഖലയ്ക്കുള്ളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുൻപ് ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയമായ അൻസിബ ഹസൻ അടുത്തിടെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും വീണ്ടും പ്രേക്ഷകർക്കിടയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു. മറുഭാഗത്ത് മിമിക്രി രംഗത്ത് നിന്ന് വന്ന് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച നടനാണ് ടിനി ടോം. അതുകൊണ്ട് തന്നെ താര സംഘടനകൾക്കിടയിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കോടതിയുടെ ശക്തമായ ഉത്തരവ് നിലവിൽ വന്ന സാഹചര്യത്തിൽ കടവന്ത്ര പോലീസും വരും ദിവസങ്ങളിൽ തന്നെ ടിനി ടോമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും മൊഴിയെടുപ്പിലേക്കും പോലീസ് ഉടൻ കടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ.